വീണ്ടും ഒരു യാത്ര. ഇന്ന് ഖസാക്കിലേക്കാണ്. വായനയുടെ വേരുകൾ ആഴത്തിലിറങ്ങിയ ഖസാക്കിലേക്ക്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്തുള്ള തസ്രാക്ക് എന്ന ഗ്രാമത്തിലേക്ക്. ഖസാക്കിലെ കഥാപാത്രങ്ങൾ രൂപമെടുത്ത മണ്ണ്. രവിയുടെ, മൈമുനയുടെ, ഖാലിയാരുടെ, അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ, അപ്പുക്കിളിയുടെ ഖസാക്ക്. വഴിയമ്പലങ്ങൾ തേടിയെത്തുന്നവർക്കായി ഇപ്പോഴും ഖസാക്കിലെ ശിവരാമൻ നായരുടെ ഞാറ്റുപുര കാത്തു നിൽക്കുന്നു. കൂടെ ഒട്ടനവധി ഖസാക്ക് സ്മൃതികൾ ഇറ്റുവീഴുന്ന തസ്രാക്കിൻ്റെ ഭൂമിക. ഓത്തുപള്ളി, അറബിക്കുളം, കരിമ്പനകൾ, മൊല്ലാക്കയുടെ പിന്മുറക്കാർ, അങ്ങനെ ഏറെ കാഴ്ചകൾ. ഞാറ്റുപുരയിലെ ചുമരുകൾ നിറയെ കഥാകാരൻ്റെ ചിത്രങ്ങളും അദ്ദേഹം അവിസ്മരണീയമാക്കിയ കാർട്ടൂണുകളും നിറഞ്ഞു നിൽക്കുന്നു. കാണാനുള്ളത് അദ്ദേഹത്തിന്റെ കുറച്ച് കാർട്ടൂൺസ്, ഫോട്ടോസ്, കളക്ഷൻസ്. അപ്പോൾ സ്ഥലപരിമിതി കൊണ്ട് ഇതിനകത്ത് കുറച്ചുള്ളൂ. ബാക്കി പുറകിലെ ബിൽഡിങ്ങിൽ സ്റ്റെയർ കയറി മുകളിലായിട്ടാണ് ഗാലറി വരുന്നത്. അവിടെ പലതരം ഗാലറീസ് ഉണ്ട്, ലെറ്റേഴ്സ്, അദ്ദേഹത്തിന്റെ ഫോട്ടോസ്, കാർട്ടൂൺസ്. ഇതുകൂടെ അല്ലാതെ അവിടെ ഉണ്ട്. പിന്നെ താഴത്ത് കൂട്ടിക്കിടക്കുന്നത് സെമിനാർ ഹാളായിരിക്കും. അപ്പോൾ ആ സെമിനാർ ഹാളിന് ചുറ്റുമായിട്ട് അദ്ദേഹത്തിന്റെ ബയോ സ്മാരകം രൂപകൽപ്പന ചെയ്ത് പോലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങിന്റെ ബാക്കിലുള്ള 3 പവലിയൻസാണ്. ഈ പവലിയൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം രചിച്ചത് ആകെ 6 നോവലുകളാണ്. അതിൽ 3 നോവലുകളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്തതാണ്, ചുമർ ചിത്രങ്ങൾ. അത് 3 പവലിയൻസിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് മധുരം കൈതി, ധർമ്മപുരാണം, ഗുരുസാഗരം എന്നീ 3 നോവലുകളാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത്. ബാക്കി ഭാഗം വരാന്തയിൽ കൂടെ പുറകിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിൻ്റെ മറുഭാഗത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡ് ഒരു വഴി കാണും, അത് അറബിക്കുളത്തിലേക്കുള്ള വഴിയാണ്. നോവൽ പറയുന്ന അറബിക്കുളം, മൈമുന ഒന്ന് കുളിച്ച് കലവെഴുതുകയും പറയുന്ന അറബിക്കുളവും തൊട്ടടുത്ത് നിൽക്കുന്ന ഓത്തുപള്ളിയിലേക്കുള്ള എൻട്രൻസ് ഇതേ കൂടെയാണ്. നമുക്ക് സന്ദർശിക്കാം. പ്രാർത്ഥന നടക്കുന്നത് അതുകൊണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ നോവല് വായിച്ചിട്ടുണ്ട്, അതിൽ പറയുന്ന ക്യാരക്ടേഴ്സ്, സന്ദർഭങ്ങൾ, കഥാസന്ദർഭങ്ങൾ നമ്മൾ സൈഡിൽ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതുപോലെ 120-ലധികം ശില്പങ്ങളാണ് ചുറ്റോട് ചുറ്റും കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ തലമുട്ടാതെ നോക്കണം. അങ്ങനെ കഥാകാരൻ്റെ
ജീവിതം അടയാളപ്പെടുത്തുന്ന സ്മാരകവും കണ്ട് ഞങ്ങൾ തസ്രാക്കിൽ നിന്നും മടങ്ങുകയാണ്. യാത്ര തുടരുകയാണ്.